നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് കാണുന്ന ഒരുപാട് പേര് ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വരാറുണ്ട്, പരിചയപ്പെടാൻ വരാറുണ്ട്, ഹൃദയം തുറന്ന് ചിരിക്കാറുണ്ട്. ചിലർ കൈ തരും, ചിലർ കെട്ടിപ്പിടിക്കും. അപ്പം ഇവരൊക്കെ അവരിൽ ആരോ ആണ് ഞാനെന്ന് തോന്നിയാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ സന്തോഷമാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ മറ്റുള്ളവർ കാണുകയും അത് പ്രചോദനമാവുകയും ചെയ്യുമ്പോഴാണല്ലോ വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അവരോട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, പല ആൾക്കാരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഈ ചിരിക്കുന്ന മുഖത്തിന് പിറകിൽ തേങ്ങുന്നൊരു ഹൃദയമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് മുഖത്തിങ്ങനെ ചിരിയുമായി നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പിരിയാൻ നേരത്തെ ഞാൻ അവരോട് പതുക്കെ പറയും, ഈ ചിരിക്കുന്ന മുഖത്തിന് പിറകിൽ തേങ്ങുന്ന ഹൃദയമായിട്ട് നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാനുണ്ട്, മറ്റുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ജീവിതം തന്നെ ഇങ്ങനെയാണല്ലോ, സുഖം വരും ദുഃഖം വരും. ചിരിക്കുമ്പോൾ അതിന് പുറകെ ദുഃഖം ഉണ്ടാകും, ദുഃഖത്തിന് പുറകിൽ ഒരു ചിരി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാൻ. ഇത് പറയാൻ കാരണം, ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തെ എൻ്റെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഉച്ചയ്ക്ക് 3 മണിക്കാണ്, ജനശതാബ്ദി. പിന്നെ ഇടയ്ക്ക് 2 മണിക്കൂറുള്ള സമയമുണ്ട്. അപ്പോൾ ഈ സമയം കളയാൻ വേണ്ടി ഞാൻ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം കരുതും, അത് എവിടെയെങ്കിലും ഇരുന്ന് വായിക്കും. റെയിൽവേ സ്റ്റേഷൻ ഒരു കംഫർട്ട് സോണുണ്ട്, ഒരു കംഫർട്ട് റൂമുണ്ട്. 30 രൂപ മണിക്കൂറിന് കൊടുക്കാമെങ്കിൽ അവിടെ AC യിലൊക്കെ ഇരുന്ന് നല്ല സീറ്റിംഗ് ഒക്കെയാണ്, നമുക്ക് അവിടെ ഇരുന്ന് ഒന്ന് വിശ്രമിക്കാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാം, പുസ്തകം വായിക്കാൻ, പാട്ട് കേൾക്കാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കംഫർട്ട് സ്റ്റേഷനിൽ നല്ല തിരക്കായിരിക്കും. ഈ 30 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ സുഖകരമായി ഇരിക്കുന്ന ഒരു അന്തരീക്ഷമല്ലേ. അപ്പം ഞാൻ ഇന്നലെ ചെന്നപ്പോഴും നല്ല തിരക്കുണ്ട്. 30 രൂപ കൊടുത്ത് നമ്മൾ ആദ്യം PNR നമ്പരും ഫോൺ നമ്പരും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു സോഫയുണ്ട്, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയാണ്. അതിൽ ഒരു പ്രായമായ ഒരു ഭാര്യയും ഭർത്താവും ഇരിപ്പുണ്ട്. അപ്പം ഭർത്താവ് നരച്ചൊരു മനുഷ്യനാണ്, ഭാര്യ നല്ല പ്രായമുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ മടിയിൽ ഇവരെ തല വെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ മറ്റാർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാൻ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് അവിടെ സ്പേസ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ലല്ല, ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ബലമായിട്ട് അവിടെ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹം മുഖത്തോട്ട് ഇങ്ങനെ 2 പേരും ഭാര്യയും ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയോ കണ്ട പരിചയം പോലെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫേസ്ബുക്കിലെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സന്തോഷം എന്ന് പറഞ്ഞു. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ കേരളം വിട്ട് പുറത്ത് എവിടെയോ കുടുംബമായിട്ട് താമസിക്കുകയാണ്, മക്കളൊക്കെ ഉണ്ട്, നല്ല ഉദ്യോഗസ്ഥരാണ് മക്കൾ. അപ്പോൾ ഇപ്പോഴേ കന്യാകുമാരിയിൽ ഒരു യാത്രയിലാണ്, ബന്ധുവിൻ്റെ കല്യാണമാണ്. കല്യാണം കൂടുക മാത്രമല്ല, ഒന്ന് ചുറ്റിത്തിരിഞ്ഞിട്ട് മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുക മാത്രമാണ്. അപ്പോൾ ഇവരുടെ ജീവിതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തോ എന്നോട് പറയാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. അവരുടെ കണ്ണുകൾ ഇങ്ങനെ നനയുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അവസാനം അവരെന്നോട് പറഞ്ഞു, ഞങ്ങളൊരു വീഡിയോ ഇട്ടല്ലോ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഞങ്ങളൊരു വീഡിയോ ഇട്ടല്ലോ, ഞങ്ങൾ പിരിയലിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ഒരു കഥ, ഞങ്ങളെ ജീവിതകഥ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് അവർ കണ്ടിരുന്നു. അപ്പോൾ അവർ അത് സ്ഥിരമായിട്ട് കേട്ട് അവർ ആഗ്രഹിക്കുക, എന്നും ആഗ്രഹിക്കുക, 2 പേരും ആഗ്രഹിക്കാറുണ്ട്. അവരുടെ ഇതുപോലെ വേർപിരിഞ്ഞു പോയ മകനും മരുമകളും കൊച്ചുമക്കളും ഒരിക്കൽ കൂടെ ഒന്നാകണമെന്ന് അവരുടെ ഹൃദയം വല്ലാതെ ആഗ്രഹിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും എന്നെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു, ഞങ്ങളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അപ്പോൾ ദൈവമാണ് നിങ്ങളെ ഇന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചത്, എൻ്റെ കാര്യങ്ങൾ പറയാൻ എന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞത്, എല്ലാം കൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങളും ഒരു അന്തരീക്ഷത്തിലാണ് ഇവർ ജീവിക്കുന്നത്. എവിടെയോ കേരളത്തിന് വെളിയിൽ ഏതോ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ജീവിച്ചു വരുന്ന സമയത്ത് മൂത്ത മകനെ കല്യാണം കഴിഞ്ഞു, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് കൊച്ചുമക്കൾ വലുതായി. അപ്പോൾ ഈ ഒരു മകനും മരുമകളും ഒക്കെ മകൻ കല്യാണം കഴിച്ച് അവരുടെ കുടുംബമായിട്ട് ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയാവുകയാണല്ലോ. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്, കൊച്ചുമക്കളുടെ ലോകം. സമയം അവരുമായിട്ട് ചിലവഴിക്കുക. അവർ പറയാറുണ്ട്, കൊച്ചുമക്കളൊക്കെ എൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്ന തഴമ്പ് ഇപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മരുമകൾ 2 മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചുകൊണ്ട് അപ്രത്യക്ഷമായി, അവരുടെ വീട്ടിലേക്ക് പോയി. എന്താണ് കാരണമെന്നറിയില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഈഗോ ക്ലാഷ്, കുറേ കാലമായിട്ട് ഇങ്ങനെ അസ്വാരസ്യങ്ങളുണ്ടായിട്ട് അവർക്ക് അയാളുടെ മകൻ്റെ കൂടെ താമസിക്കേണ്ടെന്ന് കരുതിയിട്ട് ഈ മരുമകൾ ഈ കൊച്ചുമക്കളെയും വിളിച്ചുകൊണ്ട് പോയതാണ്. അത് അവർ വല്ലാത്തൊരു ആഘാതത്തിൽ കൊണ്ടെത്തിച്ചു. അത് പിന്നീട് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി ഒത്തുചേരാൻ ശ്രമിച്ച സമയത്തും ഈ ഭാര്യയും ഭർത്താവും ഒരിക്കലും ഭർത്താവിന് തയ്യാറായപ്പോലും ഭാര്യ തയ്യാറാവുന്നില്ല, എനിക്ക് അയാളെ വേണ്ട എന്നൊരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ രീതിയിൽ നിന്നിട്ട് അവർ അവിടെ തന്നെ താമസിക്കുകയും പിന്നീട് ഡൈവോഴ്സിലെത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ അമ്മയുണ്ടല്ലോ, ഈ പ്രായമായ അമ്മ കരഞ്ഞു പറയുന്നത്, മരുമകൾ ഡൈവോഴ്സിന് വേണ്ടി കൊടുത്ത കേസിനകത്ത് ഇവരെ കൂടെ പ്രതിയാക്കിക്കൊണ്ട് ഗാർഹിക പീഡനം, അമ്മായിമ്മ ഉപദ്രവിച്ചു, അമ്മായപ്പനെ ഉപദ്രവിച്ചു, മകൻ ഉപദ്രവിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു തുള്ളി മണ്ണ് ഞാൻ എൻ്റെ മരുമകളുടെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഭാര്യയും ഭർത്താവും മകനും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തിനാണ് ഞങ്ങളെ വലിച്ചിടച്ചത്?
എന്തിനാണ് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൊച്ചുമക്കളെ അകത്തിക്കൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് ഇവർ കരയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നിയമത്തിന് വേണ്ടി നിയമത്തിൻ്റെ സാധുത ഉപയോഗിച്ച് എന്തും നേടിയെടുക്കാൻ വേണ്ടി എന്തും നിയമത്തിൽ കള്ളങ്ങൾ എഴുതി ചേർക്കാമായിരിക്കാം, പക്ഷേ ജീവിതം എന്നൊരു സത്യത്തിന് മുമ്പിൽ എൻ്റെ തേങ്ങലിന് എൻ്റെ കണ്ണീര് കാലം കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വല്ലാതെ അത്രയും പേരുടെ മുമ്പ് വെച്ച് വിതുമ്പി കരയുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് പറയും, ഇതുപോലെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അനുഭവിച്ചതാണ്. അപ്പം ഇതുപോലെ ഒരു മുഹൂർത്തത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ മരുമകൾ ചെയ്ത പോലെ ചിത്രയും ഇതുപോലെ എൻ്റെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഒരു അപ്രത്യക്ഷമായതാണ്. ഞാനിവിടെ വന്നപ്പോൾ ആ കണ്ട ശൂന്യത, എൻ്റെ അമ്മ അനുഭവിച്ച ശൂന്യത, അത് എനിക്ക് മനസ്സിലാകും അച്ഛൻ്റെ അമ്മയുടെയും തേങ്ങൽ ആ വേദനയെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അന്ന് ചിത്ര ഇറങ്ങിപ്പോയി ഞങ്ങൾ ഡൈവോഴ്സായി കുഞ്ഞുങ്ങൾ മറ്റൊരു ജീവിതത്തിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. അതെനിക്കൊന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ചിത്രയ്ക്ക് തന്നെയായിരിക്കും. അന്ന് ചിത്ര ഈ അമ്മ പറഞ്ഞ പോലെ, ഈ അച്ഛൻ പറഞ്ഞ പോലെ ചിത്ര പോയി അവിടെ പോയി അച്ഛനമ്മയും പറഞ്ഞ പോലെ ഒരു താമസിച്ചു നമ്മൾ പിരിഞ്ഞു, കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വളർന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ ജീവിതം? പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയമാണ് ഉള്ളിൽ. എന്താ വെച്ചാൽ കുട്ടികളുടെ ഭാവി എന്താവും എന്നുള്ള, പിന്നെ നമ്മുടെ ഭാവി എന്തോ ആവും എന്നൊക്കെ അത് ഓർക്കുമ്പോൾ ഒരു വിഷമാണ് ഇപ്പോഴും. ഇപ്പോൾ എപ്പോഴും പേരൻസിൻ്റെ ഒപ്പം തന്നെ നിന്ന് കുട്ടികളെ വളർത്തണം. നമ്മൾ കഴിവതും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കണം. കുട്ടികളുണ്ടായിപ്പോയ സ്ഥിതിക്ക് അവരുമായിട്ട് നമുക്ക് ഏതൊക്കെയാലും അത് ശരിയാ. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. കാരണം ഒരു പക്ഷേ അന്ന് ഇപ്പം എല്ലാ അച്ഛനും അമ്മയും ഇപ്പം ചിത്രയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അച്ഛാ അമ്മേ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, അയാൾ ഇങ്ങനെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്ന് പറയുമ്പം എപ്പോഴും അച്ഛനും അമ്മയും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ മക്കളെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. അങ്ങനെയാണ് ചിത്രയ്ക്കും അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് അന്നത്തെ ഒരു മുഹൂർത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനമാണ്. ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകുമായിരുന്നു അല്ലേ. അപ്പം ഈ ചിത്രയുടെ അവിടെ പോയി വളർന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ തണൽ തേടി പോകുമ്പം ഒരു കുഞ്ഞുങ്ങൾ വരേണ്ട അച്ഛൻ്റെ അമ്മയുടെ കൂടെ അല്ലേ, അച്ഛൻ്റെ അമ്മയുടെ കൂടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അവരുടെ ലോകം അതാണ്. ഇപ്പം സത്യം അഭിരാമിയും ഇപ്പോൾ അവരോട് ചോദിക്കണം, അവർ പറയും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം നിങ്ങളുടെ പ്രശ്നം നിൽക്കുമ്പോഴും നിങ്ങൾ സ്വാർത്ഥരാകാതെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നായതും ഇന്ന് ആ ഒരു സ്നേഹിച്ച് വെറുത്ത് ഞങ്ങളുടെ സ്നേഹം കൊണ്ടുവന്നതും ഈ കുടുംബത്തിൻ്റെ ഒരു സ്വർഗം സൃഷ്ടിച്ചെടുത്തതൊക്കെ അന്നെടുത്ത തീരുമാനമാണ് അല്ലേ. അതെ, അല്ലെങ്കിൽ കുട്ടികളും ഈ പേരൻസിൻ്റെ സ്വഭാവം തന്നെ അവരും കണ്ടുപഠിക്കും ഭാവിയിൽ. അതെ, അപ്പോൾ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ഇങ്ങനെയാണ് സ്വഭാവമെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയല്ലേ കാണണ്ടേ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അച്ഛനും അമ്മയുടെ ജീവിതം ഞങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ നമുക്ക് ഇഷ്ടപ്പെട്ട ഭർത്താവിനെ കിട്ടില്ല. നമ്മൾ സിനിമയിൽ കാണുന്നതാണ് ആ ഭാര്യ അങ്ങനെയാണ് ഭർത്താവ് അങ്ങനെയാണെന്നൊക്കെ കരുതുന്നതാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ശരിയാ പുരോഗമനമാണ് ഈ ലോകം. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇട്ടിട്ട് പോകാം. പക്ഷേ ഞങ്ങളുടെ ജീവിതം ഇപ്പം തെളിയിച്ചതാണ്. അന്ന് ഞങ്ങൾ പിരിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിടത്ത് ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അവരുടെ ഈ ഒരു സ്വർഗം ഞങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. ആ പ്രശ്നങ്ങൾക്കിടയിൽ സന്തോഷം കണ്ടെത്തി ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നിടത്താണ് ജീവിത വിജയം. ഈ ചെറുപ്പത്തിന് തിളപ്പി നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും. ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, ശരിയാണ്, രണ്ടുപേരുടെ ഇടയിൽ കുറ്റമുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ശരി കണ്ടെത്തുന്നിടത്താണ്. നമ്മൾ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ, ഭർത്താവിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ, ഭാര്യയുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ രണ്ടുപേരുടെ ശരി കണ്ടെത്തണം. ഈ അച്ഛനും അമ്മയും കരുതേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ചിത്രയുടെ അച്ഛനും അമ്മയും ചെയ്ത പോലെ എൻ്റെ മകൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതി മകളുടെ സൈഡ് പിടിച്ചതും എൻ്റെ വീട്ടുകാർ ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് സൈഡ് പിടിക്കാതെ മരുമകളെ മകളായിട്ട് കാണാനും മരുമകനെ മകനായിട്ട് കാണാനും ശ്രമിക്കണം. മകൾ വിളിച്ചു പറയണ ഭർത്താവ് മരുമകൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ മകളെയും മരുമകനെയും ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുത്തി ഈ മച്ചുർ എന്ന് പറയുന്ന ഈ അച്ഛനും അമ്മയും സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്താൽ അവർക്ക് സ്ത്രീധനം കൊടുക്കുന്നതായിട്ട് നല്ലത്, വലിയ കാറ് വാങ്ങി കൊടുക്കുന്നതായിട്ട് നല്ലത്, അല്ലെങ്കിൽ ഡൈവോഴ്സ് വാങ്ങി കൊടുക്കുന്നതിനേക്കാട്ട് നല്ലത് നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കാം. അവർ കൊച്ചുമക്കൾക്ക് അവരുടെ മക്കൾക്ക് അച്ഛനെയും അമ്മയും കൊടുക്കാം. അതാണ് പ്രായമായ മച്ചുരുട്ടിയുള്ളവർ ചെയ്യുന്നത്. ഇദ്ദേഹം പറഞ്ഞതാണ്, ഈ അടുത്തിടെ അപ്പൂപ്പന് ഈ കൊച്ചുമക്കളെ കാണാനായിട്ട് അവർ അടുത്ത് ചെന്നപ്പം ഈ മരുമകളുടെ വീട്ടുകാർ കയറ്റിയില്ല പോലും. പടിയടച്ചു എന്ന്, ഇവിടെ കയറണ്ട. സ്കൂളിൽ കൊച്ചുമോനെ നെഞ്ചത്ത് തഴമ്പുള്ള കിടന്നുറങ്ങിയ കൊച്ചു കുഞ്ഞിനെ കാണാനായിട്ട് കുഞ്ഞിൻ്റെ സ്കൂളിൽ ചെന്നപ്പം ആ കുഞ്ഞ് പറഞ്ഞെന്ന്, എനിക്ക് നിങ്ങളെ കാണണ്ട, പേടിയാണെന്ന്. അച്ഛനും അമ്മയും, അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോലും, അവർ ദുഷ്ടരാണ്, അവർ നിന്നെ കൊല്ലും, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കള്ളം പറഞ്ഞ് പഠിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ ജീവിതമാണ് മുരടിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കണം. ഞങ്ങൾ അതിനുള്ള തെളിവാണ്. ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളായി ഒരിക്കലും ഒത്തുപോകത്തില്ലെന്ന് കണ്ടെടുത്താണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നടന്നു പോയത്. ഇപ്പോൾ ഈ സ്വർഗ്ഗമാണ്. എന്ത് ദുഃഖം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. ആ കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് ഒരു ഡൈവോഴ്സിനും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, ഒരു അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഈ അച്ഛനും അമ്മയുടെയും പ്രശ്നം കണ്ടപ്പോൾ ഞാൻ ചിത്രയോട് പറഞ്ഞു, ചിത്രയെ നമുക്ക് ഇത് ലോകത്തോട് നമ്മുടെ അനുഭവം പറയാം. ഇത് കാണുന്ന ഏതെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഏതെങ്കിലും അച്ഛനും അമ്മയ്ക്കും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ പാഠമെന്ന്. എന്തായാലും ഞങ്ങളിപ്പോൾ സന്തോഷത്തിലാണ് അല്ലേ ചിത്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഞങ്ങൾ സന്തോഷത്തിൽ. ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, അവർക്ക് തണൽ തേകുന്ന ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അവരെ ഒന്നാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നല്ലൊരു സമ്മാനം അവർക്ക് ഭാവിയായിട്ട് കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ.